ഹായ് വെൽക്കം ബാക്ക്. വിൻ്റർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ത്രോട്ടും നോസും ഒക്കെ പണി തന്നിട്ടുണ്ടായിരുന്നു. സൈനസും ടോൺസിലൈറ്റ്സും എല്ലാം ഇങ്ങനെ ബാക്ക് ടു ബാക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സൗണ്ടൊക്കെ കുറച്ച് പ്രശ്നമുണ്ട്. സൗണ്ട് ഒന്ന് ശരിയാവാൻ വേണ്ടി വെയിറ്റ് ചെയ്തതാണ് വീഡിയോ എഡിറ്റ് ചെയ്യാൻ. പക്ഷേ ശരിയാവും തോന്നുന്നില്ല. കാരണം ഇനിയിപ്പോൾ വിൻ്റർ കഴിയുന്നത് വരെ ഇതിങ്ങനെ വന്നും പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വ്ളോഗിൽ ഞാൻ നവംബറിലെയും ഡിസംബറിലെയും ഒക്കെ വീക്കെൻഡ്സിൽ ചെയ്ത കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു കുഞ്ഞു വീഡിയോയിലുള്ളത്. നമ്മൾ ഒരു ഈവനിങ് കൽബയിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. ഒരു അടിപൊളി സൺസെറ്റൊക്കെ കണ്ടു. സൺസെറ്റും സൺറൈസും എല്ലാവർക്കും ഇഷ്ടമായിരിക്കുമല്ലോ അല്ലേ. ഇത് ഞാൻ തൊട്ടടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ സ്നാക്സ് വാങ്ങിക്കാൻ വേണ്ടി പോയപ്പോൾ കണ്ടതാണ്. ഞങ്ങളുടെ അവിടെ ഇതിന് ഞൊട്ടാന്നാണ് കേട്ടോ പറയാം. കണ്ടപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. ഇതാ കൽബ സൈഡിലുള്ള ഇവിടെ ഒരു കയാക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ലേറ്റ് ആയത് കാരണം കയാക്കൊക്കെ ക്ലോസ് ചെയ്തെന്ന് പറഞ്ഞു. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് അവിടെ ഈവനിങ് പോയി. ഒരു ഈവനിങ് നന്നായിട്ട് നമുക്ക് തിരക്കൊന്നും ഇല്ലാതെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു സ്ഥലമാണ് മാംഗ്രോവ്സിൻ്റെ സൈഡിൽ. നെക്സ്റ്റ് ഡേ മോർണിംഗ് തന്നെ ഏർലി മോർണിംഗ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇത് അബ്രയാണ്. ദുബായിലുള്ളവർക്ക് അറിയായിരിക്കും, ബർദുബായ് ആ സൈഡിൽ. ഇത് ഭയങ്കര എക്കണോമിക്കലാണ്. 2 ദിറമേ നമുക്ക്. എന്താ പറയുക, ഞാൻ കുറേ ആയി ഇപ്പം ഇതിൽ പോയിട്ട്. ദുബായിൽ വന്ന ആ ഒരു ടൈമിലൊക്കെയാണ് ഈ അബ്രയിൽ ട്രാവൽ ചെയ്തിട്ടുള്ളത്. അന്നൊക്കെ കുറച്ചൊരു പേടിയുണ്ടായിരുന്നു. ഇപ്പം പിന്നെ വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇതിൽ നമ്മൾ അപ്പുറത്തെ സൈഡിലോട്ട് കടന്ന് നമുക്ക് എന്നിട്ട് നായിഫ് സൂക്കിലേക്കൊന്ന് നടന്നിട്ട് പോകണം. അതാണ് പ്ലാന്. ആദ്യം നമ്മൾ അബ്ര കിടക്കണ്ടെന്നായിരുന്നു വിചാരിച്ചത്. പിന്നെ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് കയറിയപ്പോൾ നമ്മൾ കരുതി ഒന്ന് നായിഫ് സൂക്കിൽ വരെ പോകാമെന്ന്. അവിടെ കടന്നിട്ട് കുറച്ചൊന്ന് നടക്കാനുണ്ട്. അപ്പോൾ ഞാനവിടെ സൂക്കിലെത്തി. ഞാനിപ്പോൾ കുറേ ആയി സൂക്കിൽ വന്നിട്ട്. അവിടെ വന്ന് എനിക്ക് നൈറ്റിയൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം അവിടെ നിന്ന് വാങ്ങിച്ചു. അപ്പോൾ അവർ ജസ്റ്റ് പുതിയ അവർക്ക് വന്ന കുറച്ച് കോഡ് സെറ്റ്സൊക്കെ കാണിച്ചു തന്നു. നല്ല മെറ്റീരിയലൊക്കെ ആയിരുന്നു. 45 ദിറം 50 അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ അവിടെ കുറച്ച് നടന്നു. ഷോപ്സൊക്കെ ഓപ്പണായി വരുന്നേ ഉള്ളൂ. കുറച്ച് വീഡിയോസൊക്കെ എടുത്തപ്പോൾ തന്നെ അവർ സെക്യൂരിറ്റീൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ഇവിടെ വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി അലാവോ അല്ലാന്ന്. അപ്പോൾ ഞാൻ ജസ്റ്റ് എടുത്ത ക്ലിപ്സ് ഒന്ന് കാണിച്ചതാണ്. രാവിലെ നേരത്തെ തന്നെ ഇറങ്ങി ഇങ്ങനെ അബ്രയിൽ പോകുമ്പം പിന്നെ ഇപ്പോൾ വെതറും നല്ലതായിരുന്നു. അതുകൊണ്ട് നമുക്ക് വലിയ ചൂടും ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ സൺലൈറ്റ് അത്യാവശ്യം നന്നായിട്ടുണ്ട്. അപ്പോൾ അത് ആളുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഇവിടെ പല ടൈപ്പിലുള്ള അബ്രയുണ്ട്. ഇത് RTAയുടെ 2 ദിറത്തിൻ്റെതാണ്. അപ്പോൾ നമ്മൾ തിരിച്ച് പോവാണ് വണ്ടി പാർക്ക് ചെയ്തെടുത്തേക്ക്. ഇടയ്ക്ക് വെച്ചിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ ശേഷം ഹസ്ബൻഡിന് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്നെ അവിടെ അടുത്തുള്ളൊരു മാളിൽ ഡ്രോപ്പ് ചെയ്ത് തന്നു. ഇത് ബർജുമാൻ മോളാണ്. ഞാനിതിൻ്റെ എപ്പോഴും വന്നിട്ട് ഗ്രൗണ്ട് ഫ്ലോറിലുള്ള കുറച്ച് ഷോപ്സിൽ കയറി തിരിച്ചു പോകാറാണ്. അപ്പോൾ ഇത് മുഴുവനായിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പിന്നെ ഒറ്റയ്ക്കാണ്, ആരും ഡിസ്റ്റർബ് ചെയ്യാനൊന്നുമില്ല. അപ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് ചുമ്മാ മോൾ ഫുള്ളായിട്ടൊന്ന് കണ്ട് ഇറങ്ങി. അപ്പോൾ ഇങ്ങനെ നടന്നപ്പോഴാണ് ഈ ഒരു ഹോം ബോക്സ് കണ്ടത്. എനിക്ക് ഈ സാധനങ്ങളൊന്നും ആവശ്യമില്ല, ജസ്റ്റ് കണ്ടപ്പോൾ ഒന്ന് കയറി നോക്കിയതാണ്. എല്ലാം നന്നായിട്ട് അറേഞ്ച് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. അതിന് അത്യാവശ്യം ഓഫേഴ്സൊക്കെ ഉണ്ട്. ഭയങ്കര വാവ് വരെയുള്ള ഓഫേഴ്സൊന്നുമില്ല, എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഓഫേഴ്സൊക്കെ ഉണ്ട്. ക്രോക്കറി ഐറ്റംസാണ് ഞാൻ മെയിൻ നോക്കിയത്. ഫേർണിഷിങ് അങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ ഉള്ളിലോട്ട് പോയി നോക്കിയിട്ടില്ല. പിന്നെ ഇതിൻ്റെ മുകളിലാണ്. ഇവിടെ കണ്ടപ്പോൾ നല്ല രസം തോന്നി. അപ്പോൾ ഒരു കുഞ്ഞ് വീഡിയോ എടുത്തതാണ്. ഇവിടെ ഒന്നും ഞാനിതിൻ്റെ മുകളിലേക്ക് വന്നിട്ടേ ഇല്ല. ഇതിൻ്റെ ഫുഡ് കോർട്ടും അടിപൊളിയാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പം അതൊന്ന് പോയി നോക്കണം. ഇതാണ് ഇവിടുത്തെ ഫുഡ് കോർട്ട്. 2 സൈഡ്സിലും കുറേ റെസ്റ്റോറൻറ്റ്സൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ മോർണിംഗ് ആയിരുന്നു പോയത്. അതുകൊണ്ട് തന്നെ എല്ലാം ഇങ്ങനെ ഓപ്പണായിട്ട് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നുള്ളൂ. നല്ല രസമുണ്ടായിരുന്നു അവിടെ. ഞാൻ ഭക്ഷണമൊന്നും ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ എല്ലാ സ്ഥലവും ഒന്ന് നടന്നിങ്ങനെ കണ്ടു. ഞാനിങ്ങനെ നടക്കുന്നതിനിടയിൽ താഴെ ഒരു ബ്രാൻഡ് ഫോർലെസ്ൻ്റെ ബോർഡ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് അവിടെ പോകാം. ബ്രാൻഡ് ഫോർലെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേര് പോലെ തന്നെ അത്യാവശ്യം ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങൾ. ചില ബ്രാൻഡ്സൊന്നും എനിക്ക് അധികം പരിചയമില്ലാത്ത ബ്രാൻഡ്സാണ്. അതുപോലെ നമുക്ക് വലിയൊരു പരിചയമില്ലാത്ത ബ്രാൻഡ്സും കാണാം. അതിൻ്റെ എല്ലാ ടൈപ്പ് പ്രോഡക്റ്റ്സും ഉണ്ടാകും. ഇപ്പം ക്ലോത്ത്സ് ഉണ്ട്, ആക്സസറീസ് ഉണ്ട്, പിന്നെ നമ്മുടെ വീട്ടിലോട്ട് ആവശ്യമുള്ള ഡെക്കോറ്, പിന്നെ ഇതുപോലെ സ്റ്റേഷനറി ഐറ്റംസ് എല്ലാം ഉണ്ട്.
അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഫുള്ള് നടന്ന് കണ്ടു. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബ്രാൻഡ് ഫോളോവേഴ്സ് അത്യാവശ്യം കുറച്ച് സ്പേഷ്യസ് ആയിട്ടുള്ള വലുതാണ്. ചിലത് ഭയങ്കര ചെറുതായിരിക്കും. ഇത് എനിക്ക് തോന്നുന്നു ന്യൂ സ്റ്റോറാണെന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല സാധനങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഭയങ്കര അഫോർഡബിൾ എന്നൊന്നും പറയാൻ പറ്റില്ല, പക്ഷേ ചില സാധനങ്ങൾക്ക് നമുക്ക് ചിലപ്പോൾ ഒരു അഫോർഡബിൾ റേറ്റിൽ കിട്ടും. പിന്നെ ചിലതെല്ലാം ഒരു ഇൻ്റർനാഷണൽ ലെവലിലുള്ള പ്രൊഡക്ട്സൊക്കെ ഉണ്ടാവും. ഇപ്പം ക്രോക്കറീനെ വെച്ചിട്ട് ഞാൻ പറയുകയാണെങ്കിൽ, ഞാൻ ഇപ്പോൾ പുറത്തുള്ള ആളുകളിൽ കാണുന്ന ടൈപ്പ് ഓഫ് സാധനങ്ങൾ, ഇപ്പം മെഷറിംഗ് കപ്സും അതുപോലെയുള്ള ഇപ്പം നമ്മുടെ വോക്ക്, പിന്നെ കാസ്റ്റ് അയൺ പ്രൊഡക്ട്സൊക്കെ കാണാം. പിന്നെ ഇതുപോലെയുള്ള ഈ ഒരു പല ബ്രാൻഡ്സിൻ്റെയും ഹാൻഡ് വാഷസും ബോഡി വാഷസൊക്കെ ഉണ്ടാവും. അപ്പം ഞാനൊരു ബോഡി വാഷും പിന്നെ ഒരു ബട്ടർ ബെല്ലും വാങ്ങിച്ചു. ഞാൻ കുറേ കാലം ഒരു ബട്ടർ ബെല്ല് നോക്കി നടക്കുന്നു. അപ്പോൾ അത് വാങ്ങിച്ചു. അത് കഴിഞ്ഞിട്ട് ഒരു പെർഫ്യൂം വാങ്ങിക്കാനുണ്ടായിരുന്നു. പെർഫ്യൂമും വാങ്ങിച്ചു. നെക്സ്റ്റ് വീക്കെൻഡ്, അതായത് നവംബർ 24 ദുബായ് റണ്ണ്. ദുബായ് ഫിറ്റ്നസ് ചാലഞ്ചിൻ്റെ ലാസ്റ്റിലുള്ള ദിവസമായിരുന്നു ദുബായ് റണ്ണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഏർലി മോർണിംഗ് എല്ലാ തവണത്തെയും പോലെ പോവുകയാണ്. നമ്മൾ മെട്രോ സ്റ്റേഷനിൽ കാർ പാർക്ക് ചെയ്തിട്ടാണ്, മെട്രോ എടുത്തിട്ടാണ് ദുബായ് റണ്ണിൻ്റെ സ്ഥലത്തോട്ട് പോകാറ്. അപ്പോൾ ഇതാ നമ്മൾ കാർ പാർക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മളൊരു 5 o'clock ഒക്കെ ആകുമ്പോഴത്തേന് തന്നെ മെട്രോ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ആ സമയത്ത് തന്നെ അത്യാവശ്യം നല്ല ആൾക്കാരുണ്ടായിരുന്നു. ഇത്തവണ സാധാരണത്തെ പോലെ ഒന്നും ആയിരുന്നില്ല. എനിക്ക് ഫീൽ ചെയ്തതാണ്. നല്ല തിരക്കുണ്ടായിരുന്നു, ഭയങ്കര റഷായിരുന്നു. സാധാരണ തിരക്കുണ്ടാവാറുണ്ട്, പക്ഷേ ഇത്തവണ ഭയങ്കര നല്ല തിരക്കുണ്ടായിരുന്നു. ഇത്തവണ എല്ലാ തവണയും ഇവർ എന്തെങ്കിലുമൊക്കെ സാധനം പുതുതായിട്ട് കൊണ്ടുവരും ആളുകളെ എൻ്റർടൈൻ ചെയ്യിക്കാൻ. ഇത്തവണ കുറേ ഡ്രോൺസും അങ്ങനെ കുറേ പരിപാടികളുണ്ടായിരുന്നു. സാധാരണ ഞാൻ ഈ സമയത്ത് തന്നെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങാറ്, പക്ഷേ എനിക്ക് ഫസ്റ്റിലെ റോളിൽ ഞാൻ നിൽക്കാറുണ്ടായിരുന്നു. ഇത്തവണ ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ നമുക്ക് ആളുകളിൽ ഇടിച്ച് മുന്നോട്ട് കയറി പോകാനും അത്രയും തിരക്കായിരുന്നു. മീൻസ് അങ്ങനെ പോലും നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നില്ല. ഇത്തവണ കുറച്ചധികം ആളുകളുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. റണ്ണ് സ്റ്റാർട്ട് ചെയ്യാനും കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. പിന്നെ ആസ് യൂഷ്വൽ നമ്മളെ എൻ്റർടൈൻ ചെയ്യിക്കാൻ നമ്മൾ റൺ ചെയ്യുമ്പോൾ സൈഡിലൊക്കെ ഇങ്ങനെ ഇതുപോലെയുള്ള ആളുകളും പിന്നെ വെള്ളം തരാനും ഒക്കെ ഉണ്ടായിരുന്നു. ഫൈനൽ പോയിൻ്റ് നമുക്ക് ദുബായ് മോളിൽ ബുർജ് ഖലീഫയുടെ ആ ഒരു ബുർജ് പാർക്കിൽ ആ സൈഡിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ റൺ ഫിനിഷ് ചെയ്തു കഴിഞ്ഞ് അവിടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ദുബായ് മോളിലോട്ട് പോയി. അവിടെ നിന്നുള്ള മെട്രോയിലാണ് കയറിയിട്ട് നമ്മൾ കാർ പാർക്ക് ചെയ്തിരിക്കുന്ന മെട്രോ സ്റ്റേഷനിലോട്ട് പോകുന്നത്. മെട്രോയിലൊക്കെ ഭയങ്കര ഉന്തും തള്ളുമായിരുന്നു. പിന്നെ നമ്മൾ നേരത്തെ തന്നെ റണ്ണ് ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ആസ് യൂഷ്വൽ എല്ലാ തവണത്തെയും പോലെ സൽക്കാരിൽ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ചായയും മീൻ മുളകിട്ടതും പൊറോട്ടയാണ് എൻ്റെ ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റിന് ഇവിടുത്തെ. അപ്പോൾ അത് കഴിച്ചു. ഇത് നെക്സ്റ്റ് വീക്കെൻഡ് ഒരു ലോങ് വീക്കെൻഡ് ആയിരുന്നു. UAE നാഷണൽ ഡേ ആയിരുന്നു. ഡിസംബർ 2 ഡിസംബർ 3 നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഷാർജ കോർണർ സൈഡിലുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോകാമെന്ന് പ്ലാൻ ചെയ്തു. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് അവരൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്, ഫ്രണ്ട്സൊക്കെ. ഈദ് അൽ ഇത്തിഹാദ് എന്ന് കണ്ടു. ഇതാണ് ഇനി മുതൽ നാഷണൽ ഡേ അങ്ങനെയാണ് പറയേണ്ടതെന്നാണ് ഇവരുടെ ഇത്തവണത്തെ പുതിയ ഒരു അവർ പേര് കൊടുത്തിരിക്കുന്നത് ഈദ് അൽ ഇത്തിഹാദ് എന്നാണ്. അപ്പോൾ ഇതാണ് റെസ്റ്റോറൻറ്റ്, അറേബ്യൻ ഫിഷ് ഹൗസ്. ഇതൊരു ബീച്ച് സൈഡിലുള്ള റെസ്റ്റോറൻറ്റാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ തീം ആംബിയൻസ് ബ്ലൂ ആൻഡ് ഒരു വൈറ്റാണ്. അടിപൊളി ആംബിയൻസ് ആണ്. നമുക്ക് അവിടെ പോയിരുന്ന് കഴിഞ്ഞാൽ ഒരു ആംബിയൻസ് നമ്മളെ മനസ്സിനെ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നമുക്ക് അവിടെ പോയിരുന്നാൽ മനസ്സിലാകും. ഭയങ്കര കാമായിട്ട് ഫീൽ ചെയ്യും. പിന്നെ ബീച്ച് സൈഡാണ്. പിന്നെ അവരുടെ ഫുഡിനെ പറ്റി പറയേണ്ട, എപ്പോഴും ഭയങ്കര അടിപൊളിയായിരിക്കും. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഫ്ലാഗ് ഐലൻഡ് ഉണ്ടായിരുന്നു. അപ്പം നാഷണൽ ഡേ ആയതുകൊണ്ട് തന്നെ നമ്മളവിടെ പോയി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ ഇതൊക്കെയായിരുന്നു ആ കുറച്ച് വീക്കെൻഡ്സിൽ നടന്നിരുന്ന കുറച്ച് വിശേഷങ്ങൾ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.